CPO റാങ്ക് ലിസ്റ്റിലെ 45 പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകി സർക്കാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത 3 പേരും ഇതിൽ ഉൾപ്പെടും. നാളെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. അതേസമയം സമരം തുടരുമെന്ന് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു. റിനു സീധർ ഇപ്പോൾ സമരപ്പന്തലിൽ നിന്നുണ്ട്. റിനു സീധർ, ഇന്നിപ്പോൾ കാലാവധി കഴിയുന്നു. സമരം ഒരുപക്ഷെ അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. ഇപ്പോൾ ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ 45 പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകിയിരിക്കുകയാണ് സർക്കാർ. അതിൽ 3 പേര് ഇപ്പോൾ ഈ സമരപ്പന്തലുള്ളവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്? ഇനി ഈ ലിസ്റ്റ് നീട്ടാനുള്ള സാധ്യതയില്ലല്ലോ, മറ്റൊരു ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യുന്നു അല്ലേ? തീർച്ചയായും അരുൺകുമാർ, നാളെ രാത്രി 12 മണിയോടുകൂടി ഈ WCPO ഉദ്യോഗാർത്ഥികളുടെ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ്. ഇപ്പോൾ 45 പേർക്ക് നിയമനം നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അഡ്വൈസ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഈ സമരം ചെയ്യുന്ന 3 പേരും അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. 3 പേർ മാത്രമേ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഒരു ആശ്വാസമാണ്. കാരണം 28 പേരെ പോക്സോ, നേരത്തെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ പോക്സോ വിങ്ങിലേക്ക് നിയമനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. 28 പേർ അങ്ങനെ ആ ഒഴിവുകളിലേക്ക് വന്നു. ഒപ്പം ഏകദേശം 13 പേർ ഈ ക്യാമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോയവരുണ്ട്. അങ്ങനെ ഒരു 13 വേക്കൻസി 4 NJD ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. തുടർന്നാണ് ഈ 45 വേക്കൻസി വരുന്നത്. 45 പേരെ നിയമിക്കുകയും ചെയ്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസമുണ്ടോ ഈ ഒരു ഇപ്പോൾ അഡ്വൈസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട്? നമുക്കിവിടെ സമരം ചെയ്തതിൽ നിന്ന് ആകെ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ആ ഒരു വേക്കൻസി വന്ന മുറയ്ക്ക് അവിടെ നിന്ന് പോവുകയും ഉണ്ടായി. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ വേക്കൻസി പ്രതീക്ഷിച്ച് സമരത്തിന് തന്നെ തുടരുകയാണുള്ളത്. സമരം മുന്നോട്ട് പോകും. സമരം മുന്നോട്ട് പോകും. നാളത്തെ ഒരു ദിവസത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അരുൺകുമാർ, 3 പേർക്ക് മാത്രമാണ്, അതായത് ഏകദേശം 150-200ഓളം ഉദ്യോഗാർത്ഥികളാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ദിവസങ്ങളായി, ഇന്ന് 17ാം ദിവസമാണ് സമരം ചെയ്യുന്നത്. അതിൽ 3 പേർക്ക് മാത്രമാണ് നിലവിൽ അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. അത് അത്ര വലിയ ആശ്വാസമല്ല എന്നുള്ളതാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ, നാളെ ഒരു ദിവസം മാത്രമാണുള്ളത്, ഈ വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോകും. ഇന്നും വ്യത്യസ്തമായിട്ടുള്ള സമര രീതികൾ അവരുടെ തന്നെ സ്വയം കോലം കെട്ടിക്കൊണ്ട് ഇവിടെ സമരം ചെയ്യുവാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.